നമസ്കാരം. ലോകരാഷ്ട്രീയത്തിന്റെ ഹൃദയഭാഗത്ത് വീണ്ടും ചൂടേറുകയാണ്. ആഗോള ശക്തികളുടെ താല്പര്യങ്ങളും സൈനിക നീക്കങ്ങളും തമ്മിൽ തുലാസിൽ നിൽക്കുന്ന ഈ മേഖലയിലെ ഏറ്റവും ശ്രദ്ധേയമായ രാജ്യമായി ഇറാൻ വീണ്ടും ഉയർന്നു വരികയാണ്. സമ്പുഷ്ടീകരിച്ച യുറേനിയത്തെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾക്കിടയിലും ശക്തമായ സമ്മർദ്ദങ്ങൾക്കും രാഷ്ട്രീയ തന്ത്രങ്ങൾക്കും മുന്നിൽ തലകുനിക്കാതെ സ്വന്തം ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു രാജ്യത്തിന്റെ പ്രതീകമായി ഇറാൻ മാറിക്കൊണ്ടിരിക്കുന്നു. സ്വയം സമാധാനത്തിന്റെ നായകൻ എന്ന് വിശേഷിപ്പിക്കുമ്പോഴും ഏകപക്ഷീയമായി ഉപരോധങ്ങളുടെയും ഭീഷണികളുടെയും ഒരു രാജ്യത്തെയും അവിടുത്തെ ജനതയും ശ്വാസം മുട്ടിക്കുന്ന സമീപനമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൈക്കൊള്ളുന്നത്. എന്നാൽ ഇതിനെയെല്ലാം അതിജീവനത്തിന്റെ കരുത്തുറ്റ പാഠങ്ങൾ കൊണ്ട് നേരിടുകയാണ് ഇറാൻ. ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം വളരെ വ്യക്തമായി പറഞ്ഞ ഒറ്റ കാര്യമാണ്: തങ്ങളുടെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഒരിടത്തേക്കും മാറ്റില്ല. ഇത് വെറുമൊരു നയതന്ത്ര പ്രസ്താവന മാത്രമല്ല, രാജ്യത്തിന്റെ ആത്മാഭിമാനവും സ്വയം ഭരണാവകാശവും വ്യക്തമാക്കുന്ന ശക്തമായ സന്ദേശമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തികൾ നിർദ്ദേശിക്കുന്ന വഴികൾ പിന്തുടരാതെ സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഇറാന്റെ സമീപനം നിരവധി രാജ്യങ്ങൾക്ക് ഒരു വ്യത്യസ്ത മാതൃകയായി മാറുകയാണ്. ഇറാന്റെ യുറേനിയം ശേഖരത്തെ കുറിച്ചുള്ള വിവരങ്ങൾ ആഗോളതലത്തിൽ ചർച്ചയാകുമ്പോഴും അതിലൂടെ അവരുടെ സാങ്കേതിക കഴിവും വ്യക്തമായി കാണാം. 60% വരെ സമ്പുഷ്ടമാക്കിയ യുറേനിയം കൈവശം വെക്കുന്നത് ഒരു രാജ്യത്തിന്റെ ആണവ സാങ്കേതിക മുന്നേറ്റത്തിന്റെ തെളിവാണ്. ഇത് ഇറാനെ ഒരു സ്വതന്ത്ര ശക്തിയായി ഉയർത്തുന്ന പ്രധാന ഘടകങ്ങൾ ഒന്നുകൂടിയാണ്. അമേരിക്കൻ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഇറാൻ യുറേനിയം കൈമാറാൻ സമ്മതിച്ചിരുന്നു എന്ന അവകാശവാദങ്ങൾ ഉയർന്നുവെങ്കിലും ഇറാൻ അതിനെ ശക്തമായി തള്ളിക്കളഞ്ഞു. ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ അന്താരാഷ്ട്രീയ തലത്തിലെ വിവര യുദ്ധത്തിന്റെ ഭാഗമാണ് എന്നാണ് ഇറാൻ വിലയിരുത്തുന്നത്. ഇപ്പോഴത്തെ ചർച്ചകൾ വെറും യുറേനിയത്തെ കുറിച്ചുള്ളവ മാത്രമല്ല, മറിച്ച് യുദ്ധം അവസാനിപ്പിക്കുവാനും മേഖലയിലെ സംഘർഷം കുറയ്ക്കുവാനുമുള്ള ശ്രമങ്ങളാണെന്നും ഇറാൻ പറയുന്നുണ്ട്. യുദ്ധത്തിന്റെ ചൂടിൽ പോലും സമാധാന സാധ്യതകളെ മുൻനിർത്തി സംസാരിക്കാൻ തയ്യാറാകുന്നത് ഇറാന്റെ നയതന്ത്ര പക്വതയെയും ഉത്തരവാദിത്വ ബോധത്തെയുമാണ് വെളിച്ചതാക്കുന്നത്. അതായത് ഇറാൻ മുന്നോട്ട് വെച്ച പദ്ധതിയിൽ പ്രധാനമായും ഉപരോധങ്ങൾ നീക്കുകയും രാജ്യത്തിനുണ്ടായ സാമ്പത്തിക നഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം ലഭിക്കുകയും ചെയ്യണമെന്ന ആവശ്യമാണ് ഉയർത്തിപ്പിടിക്കുന്നത്. വർഷങ്ങളായി അനുഭവിച്ച സാമ്പത്തിക സമ്മർദ്ദങ്ങൾക്ക് പിന്നാലെയാണ് ഇത്. വെറും സാമ്പത്തിക ആവശ്യകത മാത്രമല്ല, നീതിയുടെയും സ്വാഭിമാനത്തിന്റെയും ചോദ്യം കൂടിയാണ്. സ്വന്തം ജനതയുടെ അവകാശങ്ങൾക്കായി ഉറച്ചു നിൽക്കുന്ന ഒരു രാജ്യത്തിന്റെ നിലപാടാണ് ഇതിലൂടെ പ്രതിഫലിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും നിർണായകമായ സമുദ്ര വ്യാപാര പാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാന്റെ തന്ത്രപരമായ ശക്തിയുടെ പ്രധാന ഘടകമാണ്. ഈ കടലിടുക്കിനെ കുറിച്ചുള്ള തീരുമാനങ്ങൾ ഇന്റർനെറ്റിലല്ല, യഥാർത്ഥ സാഹചര്യങ്ങളാണ് ഉണ്ടാകുന്നത്. എന്നാൽ ഇറാന്റെ പ്രസ്താവന അവരുടെ സൈനിക ആത്മവിശ്വാസത്തെയും ഭൗതിക നിയന്ത്രണത്തെയുമാണ് പ്രകടമാക്കുന്നത്. എന്തായാലും ഇറാന്റെ ഈ നിലപാട് പലർക്കും വിവാദപരമായി തോന്നിയാലും അതിന്റെ അടിസ്ഥാനം സ്വയംഭരണ അവകാശമാണ്. നമ്മുടെ മണ്ണ് പവിത്രമാണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ യുറേനിയവും എന്ന ആശയം വെറുമൊരു രാഷ്ട്രീയ വാക്കുകൾക്കപ്പുറം ഒരു ദേശീയ വികാരത്തിന്റെ പ്രതിഫലനം കൂടിയാണ്.